ക്രിമിനൽ മാനസികാവസ്ഥയുള്ളവർക്ക് അതൊന്നും പ്രശ്നമല്ലല്ലോ. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, എനിക്ക് ചിക്കൻ ബോക്സാണ്, ആ ചിക്കൻ ബോക്സിൻ്റെ തുടക്കത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പായി ഹാജരാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും ഒരു ജനപ്രതിനിധി ഇദ്ദേഹം ഇവിടെ ചോദിച്ചു, സുഗതൻ അവിടെ ഇല്ല എന്നൊക്കെ ഏതോ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു. എൻ്റെ മുൻപിൽ മേയർ എന്നുള്ള നിലയ്ക്ക് സുഗതൻ ഒപ്പിട്ട പേപ്പറുകൾ എല്ലാ ദിവസവും എൻ്റെ മുമ്പിൽ വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വാർഡിൽ നിന്നും നിരവധി ആൾക്കാർ പല ആവശ്യങ്ങൾക്കും അദ്ദേഹത്തെ കാണാറുണ്ട്. അദ്ദേഹം ഡേറ്റ് വെച്ച് സൈൻ ചെയ്ത പേപ്പറുകൾ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ സാങ്ഷൻ ചെയ്യുന്നുണ്ട്. ആ വാർഡിൽ നിരവധി ഒരു കാര്യത്തിന് ഇതുവരെ മുടക്കം വന്നതായിട്ട് സുഗതൻ ജയിച്ചിട്ടുള്ള വാർഡിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് മുടക്കം വന്നതായിട്ട് ഒരു വ്യക്തിയും മേയർ എന്നുള്ളതൊക്കെ എൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. ഞാൻ കണ്ട ദൃശ്യങ്ങൾ സുഗതൻ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുന്നത്, സാർ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്, എനിക്ക് മാധ്യമങ്ങളോട് സംസാരിക്കും. ഞാൻ പറയട്ടെ, ഞാൻ കണ്ട ദൃശ്യങ്ങളിലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങ് കണ്ട ദൃശ്യത്തിൻ്റെ മറുപടി എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ കണ്ട ദൃശ്യങ്ങളനുസരിച്ച് സാർ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്, എനിക്ക് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാറുണ്ട് എന്ന് സുഗതൻ പറഞ്ഞാണ് ഞാൻ കേട്ടത്. മറിച്ച് ഏതെങ്കിലും ദൃശ്യം കാണാൻ അപ്പം ഞാൻ പ്രതികരിക്കാം. അല്ല, ഇപ്പം കേരളം ഭരിക്കുന്ന UDF സർക്കാരാണ്, UDFിൻ്റെ ആഭ്യന്തര വകുപ്പാണ്. എന്നിട്ട് താങ്കൾ ഇതുവരെ പറഞ്ഞതിൽ ഈ UDFിനെതിരെ അല്ലെങ്കിൽ UDF ഈ ആഭ്യന്തരമന്ത്രിക്കെതിരെ വകുപ്പിനെതിരെ ഒന്നും പറയുന്നില്ല. എല്ലാം പറയുന്നത് കഴിഞ്ഞ സർക്കാരിനെ കുറിച്ചാണ്. ഞാൻ പുതിയ സർക്കാരാണ്, പുതിയ പോലീസ് നയമാണ്. ഞാൻ പറയുന്നത് ഞങ്ങൾ UDF സർക്കാരിനെ അല്ലെങ്കിൽ UDFിൻ്റെ ആഭ്യന്തര വകുപ്പിനെ സംരക്ഷിക്കില്ല. ഞാൻ പറയട്ടെ, ഞങ്ങൾ ബഹുമാനപ്പെട്ട DGPയോടുൾപ്പെടെ ഈ വിപിൻ എന്ന് പറയുന്നത്, ഞാൻ ചോദിക്കട്ടെ, പോലീസ് സേനയിൽ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടല്ലോ. ഈ വിപിനും വട്ടിയൂർക്കാവ് SIയും നിലവിലുള്ള വട്ടിയൂർക്കാവ് SI ഉണ്ട്. ഈ SIയും അഭിജിത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഈ അഭിജിത്തിനെയും വിപിനെയും കുറിച്ച് മാത്രമേ ഞങ്ങൾക്ക് ഒബ്ജക്ഷനുള്ളൂ. നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ അടച്ചാപേക്ഷിപ്പിക്കുന്നു. അത് LDFിൻ്റെ ഭരണമുണ്ടായിരുന്നപ്പോഴേക്കും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഈ അക്രമം കാണിക്കുന്നു, അവിടുത്തെ സ്ഥിതി വഷളാക്കാൻ ശ്രമിക്കുന്നു ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം ഞാനിതുവരെ എല്ലാ മാധ്യമങ്ങളുടെ കാര്യങ്ങൾ പറയാത്തതാണ്. കാരണം മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോയി അന്തരീക്ഷം ശാന്തമാണെങ്കിൽ ആകട്ടെ എന്ന് കരുതിയിട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം രാവിലെ 11 മണിക്ക് ഞാൻ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ എൻ്റെ വാർഡിൽ, കൊടുങ്ങാനൂർ വാർഡിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ നിന്ന് പാർട്ടി പ്രവർത്തകർ വിളിക്കുന്നത്. വട്ടിയൂർക്കാവ് CI വിപിനും ഈ അഭിജിത്തും കൂടി വാഴോട്ട് പോണത്ത് ബൂത്ത് ഭാഗത്ത് വന്നതിൻ്റെ സുഗതനോട്, സുഗതൻ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലാണ്, അദ്ദേഹത്തോട് ആ ബൂത്തിന് മുമ്പിൽ നിൽക്കരുതെന്ന് ആവശ്യപ്പെടുന്നു. ഞാൻ നേരിട്ട് വാഴോട്ട് പോണത്തെത്തി. അവിടെ നിന്നുകൊണ്ട് കൻ്റോൺമെൻറ്റ് അസിസ്റ്റന്റ് കമ്മീഷണറെ വിളിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറോട് ഇവിടെ നിന്ന് മാറിപ്പോടാ എന്നുള്ള വാക്കാണ് വിപിൻ ഉപയോഗിച്ചത്. വിപിനെ ഇവിടുത്തെ മാറ്റണം, വിപിൻ ഇവിടെ BJPക്ക് അനുകൂലമായ വോട്ടുകൾ ഇവിടെ വരരുതെന്നുള്ള ഉദ്ദേശത്തോടു കൂടി സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു. കൻ്റോൺമെൻറ്റ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിപിനെ അവിടെ നിന്ന് മാറ്റി. 11:30 മണിക്ക് ശേഷം വിപിൻ അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം വിപിൻ ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് ഡിപ്പാർട്ട്മെൻറ്റിന് ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് വിപിനെ മാറ്റിയത്. ഈ ചരിത്രമൊക്കെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. ഇത്രയും ചരിത്രം പേറുന്ന വിപിൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം ഇവിടെ തുടർന്നുവെങ്കിൽ പോലീസ് സേനയിൽ നിന്ന് ആരാണ് സംരക്ഷിച്ചതെന്ന് അന്വേഷിക്കണം. സുഗതൻ കാപ്പക്കേസ് പ്രതിയാണെന്ന് സമൂഹത്തെയും മാധ്യമങ്ങളെയും സംരക്ഷിക്കുകയായിരുന്നു. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. ഞങ്ങളുടെ അന്വേഷണം കഴിഞ്ഞ് ഞാൻ അടുത്ത ഘട്ടം ഞാനിപ്പോൾ ഡൽഹിയിലാണുള്ളത്. ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായി ഡൽഹിയിലാണുള്ളത്. ഞാൻ ഇന്ന് തന്നെ എൻ്റെ വൈകുന്നേരത്തെ എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്ത് നാളെ ഉള്ള 1-2 പ്രോഗ്രാം, 1-2 മീറ്റിങ്ങുകൾ അതും ക്യാൻസൽ ചെയ്ത് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. 3 മണിക്കുള്ള ഫ്ലൈറ്റിൽ ഞാൻ പോവുകയാണ്. തിരുവനന്തപുരത്ത് പോയതിന് ശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ പ്രതികരിക്കാം. സുഗതൻ്റെ വീട്ടിൽ നിന്ന് വൈകുന്നേരം പോകുന്നുണ്ട്. അവിടെ എൻ്റെ ഒരു കൗൺസിലറുടെ വീട്ടിൽ കയറിയിട്ട്, ഞാൻ മേയറായിരിക്കുമ്പോഴേക്കും അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ആ കൗൺസിലറുടെ വീട്ടിൽ കയറിയിട്ട് തോക്കെടുത്ത് 14 വയസ്സുള്ള മൈനറായിട്ടുള്ള ഒരു കുട്ടിയുടെ മുഖത്തേക്ക് തോക്ക് ചൂണ്ടുകയും ഭാര്യയെ മർദ്ദിക്കുകയും വെടിവെക്കുകയൊക്കെ ചെയ്തിട്ട് വലിയ തെറ്റാണ്. അത് പ്രൂവ് ചെയ്യാൻ BJPക്ക് ഞങ്ങൾ അവിടെ തെളിവുണ്ടല്ലോ, അന്വേഷണം നടക്കട്ടെ. മാത്രമല്ല എന്താ പറഞ്ഞിരിക്കുന്നത് വിപിൻ, അവിടെ 150ഓളം ആൾക്കാർ കൂടി എന്നാണ് പറയുന്നത്. ആ പ്രദേശത്തൊക്കെ തന്നെ CCTV ഉണ്ട്. പോലീസ് അന്വേഷിക്കണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപിൽ സുഗതൻ്റെ ജാമ്യാപേക്ഷ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള അപേക്ഷ വരുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ട് എന്ന് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം വെടിവെച്ചത്. ഇങ്ങനെ 14 വയസ്സുള്ള കുട്ടിക്ക് നേരെ പോലും തോക്ക് ചൂണ്ടി പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടാവും. ഞാൻ പറയാം, ഈ ക്രിമിനൽ മാനസികാവസ്ഥ പോലീസ് ഉദ്യോഗസ്ഥനാണ് വെടിവെച്ചത്. ഇദ്ദേഹമാണ് തോക്ക് ചൂണ്ടിയത്. അക്കാര്യങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിക്കണം. എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ശേഖരിക്കാൻ പറ്റുന്ന വിവരങ്ങൾ ഫോണിലൂടെ ശേഖരിച്ച് മാധ്യമ വാർത്തകളെ വിശ്വസിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇന്ന് 6:30 മണിക്ക് തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. എത്തിയിട്ട് നേരെ പോകുന്ന സുഗതൻ്റെ വീട്ടിലേക്കാണ്. പിണറായി വിജയന്റെ കീഴിലെ ആഭ്യന്തരത്തെക്കാൾ കൂടുതൽ പ്രശ്നമാണോ ചെന്നിത്തലയ്ക്ക് കീഴിലെ? ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, ക്രിമിനൽ മാനസികാവസ്ഥയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് LDF ഗവൺമെൻറ് സമയത്തും ബഹുമാനപ്പെട്ട DGPയെ നേരിട്ട് ഞാൻ കണ്ടു. മേയർ നേരിട്ട് കണ്ടിട്ടാണ് ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. അതേ കാര്യങ്ങൾ മാത്രമാണ് ആവർത്തിക്കുന്നത്.
അല്ല എന്നിട്ടും ഇതുവരെ പുതിയ സർക്കാർ വന്നിട്ട് എന്തുകൊണ്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കും. തിരുവനന്തപുരത്ത് പോയി ഇന്നലെ ഈ സംഭവം നടന്ന സ്ഥലം സന്ദർശിച്ച് അതിനുശേഷം പറയാം, ഞാൻ എയർപോർട്ടിൽ പോയതിനു ശേഷം നേരെ പോകുന്ന സുഗതൻ്റെ വീട്ടിലേക്കാണ്. അവിടെ പോയി കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ട് സന്ദർശിച്ച് സുഗതൻ്റെ ഭാര്യ ആശുപത്രിയിലാണ്. അവരെയും കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടതിന് ശേഷം ബാക്കി പ്രതികരിക്കാം. ഈ സുഗതനെ പോലീസ് ഇങ്ങനെ പിടിച്ചോണ്ട് പോകുമ്പോൾ ചിക്കൻ ബോക്സ് പടരുന്ന രോഗമല്ലേ, അപ്പൊ ചിക്കൻ ബോക്സും കൂടി ഉണ്ടെങ്കിൽ അതും ഒരു പ്രശ്നമല്ലേ? അല്ല, ക്രിമിനൽ മാനസികാവസ്ഥയുള്ളവർക്ക് അതൊന്നും പ്രശ്നമല്ലല്ലോ. അദ്ദേഹം പറയുന്നുണ്ടല്ലോ എനിക്ക് ചിക്കൻ ബോക്സ് ആണ്, ആ ചിക്കൻ ബോക്സിൻ്റെ തുടക്കത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പായി ഹാജരാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും ഒരു ജനപ്രതിനിധി ഇദ്ദേഹം ഇവിടെ ചോദിച്ചു, സുഗതൻ അവിടെ ഇല്ല എന്നൊക്കെ ഏതോ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു. എൻ്റെ മുൻപിൽ മേയർ എന്നുള്ള നിലയ്ക്ക് സുഗതൻ ഒപ്പിട്ട പേപ്പറുകൾ എല്ലാ ദിവസവും എൻ്റെ മുമ്പിൽ വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വാർഡിൽ നിന്നും നിരവധി ആൾക്കാർ പല ആവശ്യങ്ങൾക്കും അദ്ദേഹത്തെ കാണാറുണ്ട്. അദ്ദേഹം ഡേറ്റ് വെച്ച് സൈൻ ചെയ്ത പേപ്പറുകൾ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ സാങ്ഷൻ ചെയ്യുന്നുണ്ട്. ആ വാർഡിൽ നിരവധി ഒരു കാര്യത്തിന് ഇതുവരെ മുടക്കം വന്നതായിട്ട് സുഗതൻ ജയിച്ചിട്ടുള്ള വാർഡിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് മുടക്കം വന്നതായിട്ട് ഒരു വ്യക്തിയും മേയർ എന്നുള്ളതൊക്കെ എൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കൗൺസിലറുടെ അസാന്നിധ്യത്തിൽ ആ വാർഡിൽ എന്തെങ്കിലും കാര്യത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മേയർക്ക് നേരിട്ട് ആ വാർഡിൽ കാര്യങ്ങൾ നോക്കാം. അങ്ങനെ ഒരു ടെലിഫോൺ കോൾ പോലും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. എൻ്റെ വാർഡിൽ ഞാൻ പോകുന്ന സമയത്തേക്കാൾ കൂടുതൽ സുഗതൻ വാഴോട്ടാണ് വാർഡിൽ പോകുന്നുണ്ട്. ഈ സുഗതനെതിരായ കേസുകളെല്ലാം സെക്രട്ടേറിയറ്റ് മാർച്ചും കരിങ്കൊടി വീശിയതും അതൊക്കെ ഉണ്ട്. മാത്രമേ ഉള്ളൂ. ഞാൻ പറയാം, ഇപ്പോൾ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും എല്ലാ കേസും എനിക്ക് എൻ്റെ മൊബൈൽ ഫോൺ സേവിച്ചുകൊണ്ട് നടക്കാം. താങ്കൾക്ക് സാധിക്കുമോ? ഏതെങ്കിലും ഒരു നേതാവിന്, ഏതെങ്കിലും ഒരു ഭരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിക്ക് സാധിക്കുമോ? എൻ്റെ പേരിലുള്ള എല്ലാ കേസുകളും പോലും എൻ്റെ കയ്യിലില്ല.